അപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കൂടെ ഒരു ചേച്ചിയുടെ പേര് ലീലാവതി. ഓക്കെ, എത്ര പേര്? റംല. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന സമയത്താണ്, തങ്ങളെ കാണാൻ വന്ന സമയത്താണ് ചേച്ചിയുടെ ഒരു വലിയൊരു സംഭാവന. അതായത് എല്ലാ മാസവും ചേച്ചിയുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നൊരു 3000 രൂപ എത്തിയും കുട്ടികൾക്കും വേണ്ടി മാറ്റിവെച്ച ചേച്ചിയുടെ മനസ്സ് അത് കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭാവന ഇവിടെ കൊടുക്കാനുള്ള കാരണം? കാരണം എന്താ വെച്ചാൽ ഞാൻ 31 വർഷമായി വിധവയായിട്ട്. എൻ്റെ 2 മക്കൾ ചെറിയ കുട്ടികളായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. 4 വർഷത്തിന് ശേഷമാണ് എനിക്ക് സർക്കാർ ജോലി കിട്ടിയത്. അതിന് ഭർത്താവ് മരിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. പക്ഷെ ആ ജോലിയിൽ നിന്ന് ഞാൻ കുട്ടികളെയും കൂട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു. അവരൊക്കെ ഇപ്പോൾ വലിയ നിലയിലായി. മക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒക്കെ ജോലിക്കാരൊക്കെ ആയി. ഞാൻ വീട് വെച്ചു, വണ്ടി വാങ്ങി, എല്ലാ സന്തോഷമായിട്ട് നടന്നു. ഇപ്പം മക്കളെ വിവാഹം കഴിച്ചപ്പം എനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. മകൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ആ സങ്കടം എനിക്ക് ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടുകാരത്തിയോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, താത്ത പറഞ്ഞു ഇവിടെ വന്നാൽ ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചേച്ചിൻ്റെ വിഷമം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. തങ്ങളുപ്പാനെ കണ്ടു എൻ്റെ സങ്കടം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ 2 നേരം മജ്ലിസ് കാണും. എന്താ പറയുക, ഫാത്തി ഓതാൻ പഠിച്ചു. അതേപോലെ സലാത്തിൽ ഫാത്തിയ ഞാൻ ചൊല്ലും. 2 നേരം ഞാൻ ചൊല്ലും. 2 നേരം മജ്ലിസും കാണും. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് കുറേ സന്തോഷമുണ്ട്. വീട്ടിൽ കുറേ സമാധാനമുണ്ട്. എന്നാലും മുഴുവനായിട്ടില്ല. എന്നാലും ഇവിടെ വന്ന് തങ്ങളെ കണ്ട് ഇവിടുത്തെ ഈ എത്തിൻകുട്ടികളൊക്കെ തങ്ങൾ കൊടുക്കുന്ന ആ സഹായങ്ങൾ കാണുമ്പോൾ എനിക്കും തോന്നി എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്യണം. കാരണം ഞാനും 2 എത്തിമക്കളെ വളർത്തി ഉണ്ടാക്കിയതാണ്. അപ്പം എനിക്ക് തോന്നി അവരൊക്കെ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം. എനിക്ക് 30,000 ഉറുപ്പ്യാണ് മാസം പെൻഷൻ കിട്ടുന്നത്. സർക്കാർ സർവീസിൽ നിന്ന് 3 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് 30,000 കിട്ടുമ്പോൾ അതിലിരുന്നൊരു 3000 രൂപ എല്ലാ മാസവും ഞാനിവിടെ തങ്ങളടുത്ത് ഏൽപ്പിക്കാമെന്ന് ഞാൻ എൻ്റെ സ്വമനസാലെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് എത്തിയമായ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് അവരുടെ സത്യമാണ്. ഇതൊരു വല്ലാത്തൊരു മത മൈത്രിയും കൂടിയാണ് ചേച്ചി ഇവിടെ തുറന്നു കാട്ടുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് ചേച്ചിയെ പോലുള്ള ആളുകൾ ഒരുപാട് രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ മുഖം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പോലീസ് ഓഫീസിൽ അല്ലേ, എവിടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? പോലീസ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ ഈ ധൈര്യം അങ്ങനെ പറയാം. ഈ വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ റിട്ടയർ ആയിട്ട് 3 വർഷം ആകാനായി അല്ലേ. അപ്പൊ അതിന് കിട്ടുന്ന ഒരു തുച്ഛമായ പെൻഷൻ, അതിനുള്ളൊരു സംഭാവന അല്ലേ. ഓക്കെ, നമ്മുടെ ഈ എത്തിയും കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരുപാട് മേഖല ഉണ്ടല്ലോ നമ്മുടെ ഈ സമൂഹത്തിൽ. അപ്പൊ ഇവിടെ ഈ തങ്ങളടുത്ത് തന്നെ വരാനുള്ള കാരണം എന്തായിരുന്നു ചേച്ചി? അയൽവാസി എന്റെ സങ്കടം കണ്ടപ്പോ എന്റെ അയൽവാസിയായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു താത്ത, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ, അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സ്വലാത്തുൽ ഫാത്തിഹ കേട്ടാൽ നിനക്ക് എൻ്റെ സങ്കടവും മാറും, നിന്റെ കുടുംബവും രക്ഷപ്പെടും, മക്കളും നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. അപ്പം അതേപോലെ തന്നെയല്ല, എൻ്റെ വീട്ടിൽ ഏത് മതത്തിലുള്ളവർ എന്ത് പിരിവിന് വന്നാലും ഞാൻ കൊടുക്കും. അത് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കുന്നത്. കാരണം ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ കഷ്ടപ്പാടൊന്നുമില്ല. പെൻഷൻ ഉണ്ട്, ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട്. നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട്. മക്കളിങ്ങനെ വിവാഹം കഴിച്ചപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കിയതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു വിഷമങ്ങളും എനിക്കില്ല. സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ മാനസികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ചേച്ചിയുടെ ആവുകൊണ്ട് ഞങ്ങൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചേച്ചി പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, അന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിമി ലിമാ ഉലക വൽ ഖാതിമി ലിമാ സബക നാസിറിൽ ഹഖി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിൽ മിഖദാരിൽ അലീം. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ അഡ്മിൻസും കൂടി നല്ലൊരു പങ്കുണ്ടല്ലോ ഇതില്, നിങ്ങളെ പഠിപ്പിക്കുന്നതില്ലേ. എനിക്ക് എഴുതി തന്നു, മലയാളത്തിൽ എഴുതി തന്നു. മലയാളത്തിൽ എഴുതി വിട്ടുകൊടുത്തു. ചേച്ചി അത് പഠിച്ചു. എന്നിട്ട് എന്റെ അതിലേക്ക് വോയിസ് ഓടും, ഇത് നന്നായിക്കൂടെ താത്ത, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പൊ തെറ്റ് ഞാൻ തിരുത്തി കൊടുക്കും. അതുപോലെ ഫാത്തിഹ ഓതും നന്നായിട്ട്. പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷാ. എന്താ ചോദിച്ചാൽ തങ്ങളിപ്പാൻ്റെ അതേ അവസ്ഥ തന്നെ എനിക്കും. കാരണം നമ്മൾ ഒരുപാട്, ഞാൻ പാവങ്ങളെ മനസ്സ് വായിച്ചറിയണ ഒരു അഡ്മിനും കൂടിയാണ്. കാരണം ഇതിലൊന്നും മോഹിച്ചിട്ടില്ല. എൻ്റെ ഗ്രൂപ്പത്തെ എത്രയോ ആൾക്കാർ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇന്നാൽ കഴിയുന്ന എന്ത് സപ്പോർട്ട് ഞാൻ ചെയ്ത് കൊടുക്കും. പിന്നെ എനിക്ക് പറയാൻ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ ജീവിതത്തിൽ 10-22 വർഷമായി എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോലെടുത്തിട്ട്. അപ്പോൾ എന്നും എന്താ പറയുക, ഓരോ ബുദ്ധിമുട്ടുകളും
പുറത്ത് പറയാൻ പറ്റാത്ത പല മാനസിക പ്രശ്നങ്ങളും നമുക്കുണ്ടായിരുന്നു. എല്ലാതും ഈ സലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നല്ലൊരു സന്തോഷത്തിലുള്ളൊരു ജീവിതം ജീവിക്കുന്നത്. എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ സലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അൽഹംദുലില്ലാ നല്ല റാഹത്താണ് എല്ലാം കൊണ്ടും. പിന്നെ എൻ്റെ മോൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, 5 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഒന്നും പിന്നെ മരുന്ന് കൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാകുന്നില്ല. ലാസ്റ്റ് തങ്ങളുടെ അടുത്ത് വന്നു, കുട്ടിക്ക് മോളായി, വീടായി, മോന് ഗൾഫിൽ പോയി, നല്ല ജോലി കിട്ടി, അബുദാബി ലൈസൻസ് 2ാമത്തെ ടെസ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ ഒരുപാട് ഫضലുകൾ ഞാൻ എന്തിൻ്റെ മനസ്സിൽ വിചാരിക്കണോ അതൊക്കെ എല്ലാം എനിക്ക് ഈ സലാത്തുൽ ഫാത്തിഹയുടെ ബർക്കത്തുകൊണ്ട് ഇന്ന് വരെ നടന്നിക്കണു. ആര് തങ്ങളെ വിമർശിച്ചാലും ഞങ്ങൾക്ക് ആർക്കും സഹിക്കൂല. അത്രക്കും ഞങ്ങൾ ഇതിനോട് കടപ്പട. ചേച്ചിക്ക് മനസ്സിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇവിടെ ഒരുപാട് വിവാദങ്ങൾ കേട്ടല്ലോ, തങ്ങൾ അങ്ങനെ ചെയ്തു, തങ്ങൾ ഇങ്ങനെ ചെയ്തു. അതിനെ കൊണ്ട് ചേച്ചി അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നടാടെ ഇവിടെ വരുന്ന ദിവസം തങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കൂടി എനിക്ക് സമയം കിട്ടിയില്ല. എൻ്റെ കാര്യങ്ങൾ എനിക്കൊന്ന് പറയാൻ കഴിയാഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് താത്താനോട് പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്ന്. അത്ര സമയം പോലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് തരുന്നില്ല. പിന്നെ ആ മറ്റൊരു ആള് ഇവരെ അവിടെ കിടന്നു നമ്മളെ ഇഴുത്തി ഒഴിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ഒരു സത്യവും ഇല്ല. കാരണം എന്താ വെച്ചാൽ സത്യസന്ധമായ കാര്യം അവിടെ തുറന്ന പുസ്തകം പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് മൊയ്ലിയാക്കന്മാരും ഉസ്താദുമാരും തങ്ങന്മാരും ഒക്കെ നിൽക്കണം. ആ സമയത്താണ് തങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. അത് തന്നെ 1 സെക്കൻഡ് അല്ല 2 സെക്കൻഡ്, ഏറിയ 3 സെക്കൻഡ്, അതിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് പറയാൻ ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ. അവിടെ ഒരുപാട് സമയം നമ്മൾക്ക് ചിലവഴിക്കാനും കഴിയില്ല. അപ്പം പിന്നെ തങ്ങളെക്കുറിച്ച് അങ്ങനത്തെയൊക്കെ പറയുന്നത് അത് ശുദ്ധ നുണയാണ്. കാരണം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്ന്. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, വളരെ ബഹുമാനമാണ്, അതിൽ നിന്ന് എനിക്ക് സന്തോഷമാണ്. ഓക്കെ, ഏതായാലും ചേച്ചിയെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഒരുപാട് കാലം ചേച്ചിക്ക് ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം തരട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ആമീൻ.